നെഹമ്യാവിൻ്റെ ചരിത്ര പുസ്തകത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അതുകൊണ്ട് അവൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ശക്തനാകുന്ന ദൈവഭക്തൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്: ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുവാൻ ഒരു നല്ല കർത്താവുണ്ട് എന്ന്. ഇന്ന് നീ ഏത് വിഷയത്തിലാണോ എവിടെയോ തട്ടി നിൽക്കുന്നത്, എവിടെയോ ഇടിച്ചു നിൽക്കുന്നത്, നിനക്ക് മുമ്പോട്ട് പോകുവാൻ ത്രാണിയുണ്ട്, അകത്തളത്തിൽ ബലമുണ്ട്, പക്ഷേ അത് പോകാൻ കഴിയാതെ തടസ്സമായി എവിടെയോ തട്ടി നിൽക്കുന്നു എങ്കിൽ ആ തടസ്സത്തെ ഭേദിച്ച് കളയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൂതന്മാരെ അയക്കും. ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കപ്പെടുവാൻ ഇടയാകും. നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തിത്വം വെറുതെ കയറി വരികയൊന്നുമല്ലായിരുന്നു. അവന് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല സാഹചര്യം ഉണ്ടായിരുന്നു, അവൻ നല്ല സേഫ് സോണിലായിരുന്നു. പക്ഷേ അവൻ ചില വാർത്ത കാതിൽ കേൾക്കുന്നു: യെരുശലേമിൻ്റെ മതിൽ തകർന്നു കിടക്കുന്നു. അങ്ങനെ അവൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് അവൻ അവധി എടുത്തിട്ടാണ് യെരുശലേമിലേക്ക് ആ മതിൽ പണിയുവാൻ വേണ്ടി കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ സൻബല്ലത്തും തോബിയാവും എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ അവന് വിരോധമായി എഴുന്നേറ്റു. ജനത്തെ ചിതറിച്ചു കളയുവാനുള്ള വലിയ തന്ത്രങ്ങൾ അവർ നെയ്തു കൂട്ടി. പക്ഷേ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയോടും കർത്താവിൻ്റെ ശക്തിയോടും കൂടെ കടന്നു വന്നവൻ ദൈവത്തിൻ്റെ ജനത്തെ ശക്തിയോടെ ഉറപ്പിച്ചിട്ട് അവരോട് ചേർന്ന് നിന്ന് വിളിച്ചു പറഞ്ഞു: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കുവാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടു. പാതി വഴിയിൽ വെച്ച് എവിടെയോ തട്ടി നിൽക്കുന്നു എങ്കിൽ, മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നു എങ്കിൽ വിളിച്ചു പറ: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഒരു പ്രവചന ദൂത് പോലെ വിളിച്ചു പറയുക. ഭവനം സംബന്ധിച്ച് പണികൾ പാതി വഴിയും നിന്നുപോയ ചില വിഷയത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തമായ ഡെലിവറൻസ് കർത്താവ് ഈ ദിവസം അയക്കുകയാണ്. ചില തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായ വിഷയത്തിനകത്ത് കെട്ടപ്പെട്ടതുപോലെ കിടക്കുന്ന ചില പ്രതിസന്ധിക്ക് ഈ ദിവസങ്ങളിൽ അസാധാരണമായ വിടുതൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒന്ന് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞേ: എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കാനായി ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. എൻ്റെ കുടുംബത്തിനകത്തിലേക്ക് ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ കരം ചലിക്കപ്പെടാൻ പോകുകയാണ്. എവിടുന്ന, എങ്ങനെയാ, ഏത് രീതിയിലാണ് വഴി തുറക്കുന്നത് അറിയത്തില്ല. കർത്തൻ്റെ വചനത്തിൽ കൂടെ പ്രവാചകൻ ശക്തിയോടെ വചനം വിളിച്ചു പറയുന്നു: നിന്റെ വിചാരം അല്ല ദൈവത്തിൻ്റെ വിചാരം. നമ്മൾ പലത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പക്ഷേ അതുപോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നീ മുമ്പോട്ട് ചുവടുവെക്ക്. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി അത് സാധ്യമാകാൻ പോകുന്നു. എന്താണോ നിന്റെ മുമ്പിലെ തടസ്സം, എന്താണോ നിന്റെ മുമ്പിലെ പ്രതിസന്ധി, അതിനെ നോക്കിയിട്ട് വിളിച്ചു പറ: എൻ്റെ ദൈവം എന്നോട് കൂടെ ഇറങ്ങി നിൽക്കും. എൻ്റെ ആ തടസ്സം, എൻ്റെ ആ പ്രതിസന്ധി, എൻ്റെ വീട്ടിലെ വിഷയം, എൻ്റെ തലമുറയുടെ ആ പ്രതികൂല സാഹചര്യം, അവയെ എല്ലാം മാറ്റുവാൻ ഉലകത്തിൽ ശക്തിയുള്ള ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിത്വത്തിൻ്റെ പേരാണ് നസ്രയനാകുന്ന യേശു കർത്താവ്. ആ യേശു കർത്താവിനാൽ ഞാനൊരു വിജയമായിരിക്കും. 18-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് വിളിച്ചു പറയുകയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. അങ്ങനെയെങ്കിൽ അവൻ ആ ബലം എവിടെ നിന്നാണ് കിട്ടിയത്? അവൻ ആ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ എവിടെ നിന്ന് ബലം കിട്ടി? ആ സിംഹത്തെയും കരടിയെയും തോൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവയെ വലിച്ചു കീറി കൊന്നുകളയുവാൻ അവന് ബലം പകർന്നത് ആരാണ്? ആ നല്ല കർത്താവ് ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ആ ഇടയ ബാലനെ അഭിഷേകം ചെയ്ത് രാജകീയ സിംഹാസനത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന അതേ നല്ല കർത്താവ് കുഞ്ഞെ നിന്റെ വീട്ടിലും ഉണ്ടെന്നേ. നീ അത് വിശ്വസിക്കുക. നിന്റെ തലമുറയെയും ഇതുപോലെ മാനിക്കുവാൻ കർത്താവ് ശക്തനാണ്. അങ്ങനെങ്കിൽ വ്യക്തമായി വിളിച്ചു പറ: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിലനിൽക്കുമ്പോൾ ദൈവം കാര്യം സാധിപ്പിക്കാനായി ഇറങ്ങി വരും. അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട്. ആ വാക്ക് അവനെ ജയാളിയായി മുമ്പോട്ട് നടത്തി. അവൻ്റെ ഒരു കാര്യത്തിന് മുട്ടു വന്നില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല.
പ്രിയ ദൈവവേദനെ, കർത്താവിനെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുക. ആ കർത്തൻ നിനക്ക് കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. അവിടെ എത്ര വലിയ സൻബലത്ത് എഴുന്നേറ്റാലും, എത്ര വലിയ തോബിയാവുമാർ എഴുന്നേറ്റാലും, ശത്രുവിൻ്റെ മുമ്പിൽ തലയെ ഉയർത്തി മാനിച്ചുകൊണ്ട് നീ ഒരു അനുഗ്രഹ വിഷയമായി മാറുന്നത് കാണത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ദൈവം നിന്റെ കാര്യങ്ങൾ സാധ്യമാക്കി തരും. നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ വിടുതലുകളെ കൈമാറും. അതുകൊണ്ട് വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക, ആ ദൈവം എനിക്ക് വേണ്ടി ഇതാ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല, പക്ഷേ എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുന്നു. എൻ്റെ ദൈവത്താൽ അത് സാധ്യമാകാൻ പോകുന്നു. ആമീൻ. പ്രഖ്യാപിക്കും. അത്ഭുതങ്ങൾ കാണട്ടെ. ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മുമ്പോട്ട് ചുവടുവെക്ക്. കർത്തൻ അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.